റഹീം ഷമിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. തൻ്റെ ഇളയ മകനായ അഫ്സാനെയും അതോടൊപ്പം തൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും പെൺസുഹൃത്തിനെയും അതോടൊപ്പം തൻ്റെ ഉമ്മയും ഒക്കെ കൊലപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടും ആ ഉമ്മ എന്തുകൊണ്ടാണ് ഇപ്പോഴും അഫ്വാനെ സംരക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്തെത്തി. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ആ നരാധമനെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ എല്ലാവരും രംഗത്തെത്തി. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ അവസാനം വിരാമമിടുകയാണ്. ആ ഉമ്മയെല്ലാം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. നടന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതുവരെ തനിക്ക് അപകടം സംഭവിച്ചത് കട്ടിലിൽ നിന്ന് വീണുകൊണ്ടായിരുന്നുവെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഉമ്മ, ഷമിയെന്ന് പറയുന്ന ആ ഉമ്മ അവസാനമെല്ലാം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഉമ്മ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് തൻ്റെ മകൻ അഫ്വാൻ ഷോൾ എടുത്തുകൊണ്ട് കഴുത്ത് മുറുക്കുകയായിരുന്നുവെന്ന് ആ ഉമ്മ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം ആ ഉമ്മയുടെ തല ചുമരിലേക്ക് ഇടിപ്പിച്ചുവെന്നും ആ ഉമ്മ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ഒരു കൊലപാതകം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഉമ്മ ഇതെല്ലാം തുറന്ന് സമ്മതിക്കുന്നത്. ഇത്രയും ദിവസം വരെ 5 കൊലപാതകങ്ങൾ ചെയ്ത, അതും ക്രൂരമായി കൊലപാതകങ്ങൾ ചെയ്ത ആ നരാധമനെ സംരക്ഷിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ആ ഉമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തൻ്റെ സ്വന്തം ഇളയ മകനെയും തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയും ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും പിന്നെ ഒന്നും അറിയാത്ത പാവപ്പെട്ട ഒരു പെൺകുട്ടിയും 5 പേരെയാണ് നരാധമൻ കൊലപ്പെടുത്തിയത്. അത്രയധികം കൂട്ടക്കുരുതി ചെയ്ത ആ ഒരു നരാധമനെ പലപ്പോഴും ഈ ഉമ്മ സംരക്ഷിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സേഫ്റ്റിയാക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ആ ഉമ്മയോട് വെറുപ്പ് കാണിച്ചു. ഇവരെന്തൊരു തള്ളയാണ്, അല്ലെങ്കിൽ എന്തൊരു മാതാവാണ്, എന്തിനാണ് ഇത്രയധികം കൂട്ടക്കുരുതി ചെയ്ത ആ അഫ്വാൻ എന്തുകൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലരും ആ ഉമ്മയെ വിമർശിച്ചത്. അങ്ങനെ പറയുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാനാകില്ല. അത്രത്തോളം ക്രൂരതയാണ് നരാധമൻ ചെയ്തു കൂട്ടിയത്. ഏകദേശം 22 മണിക്കൂറുകൾക്ക് മുമ്പാണ് 24 ന്യൂസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഈ ഷമി എന്ന് പറയുന്ന ഉമ്മ കിടക്കുന്ന ആശുപത്രിയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ചുകൊണ്ടാണ് ഉമ്മയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴും ഉമ്മ ആ സമയത്തുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം, എനിക്ക് അവൻ മാത്രമാണുള്ളത് എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചത്. എന്നിട്ട് ആ സമയത്ത് പോലും അവർ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണാണ് എൻ്റെ തലയിടിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയോട് പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? റഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കും. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ്? അന്ന് ഈ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. ഉമ്മയ്ക്ക് അല്ലാതെ എനിക്കറിയില്ല, അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. അങ്ങനെയില്ല, എന്റെ മൂത്തോ ഇളയോ മരിച്ചു, എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എന്നാൽ അതിനുശേഷം കുറച്ചു മണിക്കൂറുകൾക്കുള്ളിലാണ് ഷമി എന്ന് പറയുന്ന ഉമ്മ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. ഏതായാലും ആദ്യം വീഡിയോ എടുത്ത സമയത്ത് ആ ഉമ്മ ഒരു അബോധാവസ്ഥയിലായിരിക്കണം. സെഡേഷനും മറ്റുമൊക്കെ എടുക്കുന്നത് കൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൊക്കെ ആളുകൾക്ക് ചെറിയ അബോധാവസ്ഥകൾ മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനുശേഷം റഹീമും അതോടൊപ്പം കുടുംബക്കാരും ആശുപത്രി അധികൃതരും കൂടി നടന്ന സംഭവം എത്രത്തോളം വ്യക്തമാക്കാൻ കഴിയുമോ അത്രത്തോളം വ്യക്തമായി പറഞ്ഞു കൊടുത്തു കാണും. ഒരുപക്ഷെ പൂർണ്ണമായ ബോധാവസ്ഥയിലേക്ക് ആ ഉമ്മ തിരിച്ചെത്തി കാണും. അതുകൊണ്ടായിരിക്കാം ആ ഉമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത്. ഷമി എന്ന് പറയുന്ന ഈ ഉമ്മ എല്ലാവർക്കും വലിയൊരു പാഠമാണ്. മക്കൾ എന്തു തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും ഈ ഷമി എന്ന് പറയുന്ന ഈ ഉമ്മയുടെ അനുഭവം വലിയൊരു പാഠമാണ്. മക്കളെ സ്നേഹിക്കുക അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്തു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മക്കളെ സ്നേഹിക്കുമ്പോൾ
അത് നിങ്ങൾക്ക് തന്നെ വലിയ അപകടകരമായി മാറും. നോക്കി, ഇവിടെ റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് വല്ലാത്ത പ്രയാസം തോന്നുന്നത്. ഒരു പാവ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകും അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ കൊലപാതകിയായി ജയിലിൽ കഴിയുന്നു. ഇളയ മകൻ നഷ്ടപ്പെട്ടു. തൻ്റെ ഭാര്യയാണെങ്കിൽ ഓപ്പറേഷനും മറ്റുമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചികിത്സയിലാണ്. തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഉമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടു. ഇത്രയധികം പ്രയാസങ്ങൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും ആ മനുഷ്യൻ പിടിച്ചു നിൽക്കുകയാണ്. സത്യത്തിൽ ആ പാവം മനുഷ്യൻ വർഷങ്ങളോളമായി ഗൾഫിൽ ഒരുപാട് ജോലി ചെയ്ത് പ്രയാസം അനുഭവിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പൈസ മുഴുവനും തൻ്റെ ഭാര്യയും മകനും കൂടി എന്തു ചെയ്തു എന്നറിയാതെ നിസ്സഹായന നിൽക്കുന്ന ആ ഒരു മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. വീട് നിർമ്മിക്കാനെടുത്ത ലോണിൻ്റെ അടവുകളൊക്കെ അദ്ദേഹം കൃത്യമായി നാട്ടിലേക്ക് അയക്കാറുണ്ട്. എന്നാൽ ഈ അയക്കുന്ന പൈസകൾ ഈ ഉമ്മയും മകനും കൂടി യഥാർത്ഥത്തിൽ ദൂർത്തടിക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും ഈ പാവം മനുഷ്യൻ അറിയുന്നില്ല. ഈ ഉമ്മയും മകനും കൂടി ചേർന്നുകൊണ്ട് ആ പാവം മനുഷ്യന് വലിയ ഒരു കടമുണ്ടാക്കി വെക്കുകയാണ്. അതറിയാതെ ആ പാവം അങ്ങ് ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെടുന്നു. ഓൾറെഡി അദ്ദേഹം അവിടെ ഒരു ബിസിനസ് ചെയ്യുകയും കൊറോണ വന്നതിന് ശേഷം ആ ബിസിനസ്സൊക്കെ തകരുകയും ഒക്കെ ചെയ്ത് അതിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നൊരു മനുഷ്യനാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പോലും ആ മനുഷ്യൻ നാട്ടിലുള്ള കടമടയ്ക്കാൻ വേണ്ടി പൈസ അയക്കുമ്പോഴും ഈ മനുഷ്യൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അറിയാതെ അവിടെ ഉമ്മയും മകനും കൂടി ചേർന്ന് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് ഈ പാവം മനുഷ്യൻ അറിയുന്നില്ല. ഇവർക്കുണ്ടായ ദാരുണമായ സംഭവം നാം എല്ലാവരും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ആ ഒരു കുടുംബത്തിന് വലിയൊരു കൈത്താങ്, ഒരു സഹായം 24 ന്യൂസ് ചാനൽ നൽകിയെന്നുള്ളതാണ്. ഈ റഹീം എന്ന് പറയുന്ന സഹോദരന് സ്വന്തമായ ഒരു വീട് വെച്ച് നൽകാമെന്ന് 24 ന്യൂസ് ചാനൽ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും നല്ലൊരു പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ആ വീട്ടിൽ റഹീമിന് താമസിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അറിയാം, ഇത്രയധികം കൊലപാതകം നടന്ന തൻ്റെ ഇളയ മകൻ രക്തത്തിൽ കുളിച്ചു കിടന്ന വീട്ടിലേക്ക് മാനസികമായി ആ മനുഷ്യൻ എന്തായാലും അവിടെ താമസിക്കാൻ കഴിയില്ല. അതോടൊപ്പം ഒരു ഭയപ്പാടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി ആ വീട്ടിലേക്കില്ല എന്നും ആ നരാധമനെ ഇനി എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ഇത്തരം കാര്യങ്ങൾ ഒരു വശത്ത് സംഭവിക്കുമ്പോൾ മറ്റൊരു വശത്ത് ആ നരാധമനെയും കൊണ്ട് പോലീസുകാർ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അഫ്വാൻ എന്ന് പറയുന്ന ആ നരാധമൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. മുടിയൊക്കെ വെട്ടി സുന്ദരനായിരിക്കുന്നു. പഴയതിനേക്കാളും നല്ല ഭംഗി വച്ചിരിക്കുന്നു. ഇതിനായിരുന്നല്ലോ അവനെ പിടിച്ചുകൊണ്ടുപോയത്. കൊലപാതകികൾക്കും ആക്രമണകാരികൾക്കും അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു നിയമവ്യവസ്ഥിതി അതുതന്നെയാണ് പല ആക്രമണകാരികൾക്കും അവർക്ക് വീണ്ടും വീണ്ടും ആക്രമണം ചെയ്യാനുള്ള വലിയ ഒരു പ്രചോദനമായി മാറുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമം കർശനമാകാത്ത കാലത്തോളം ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.